make a. But government of Karnataka officer said this is purely belongs to government property. It's a GBA property. That's why we have to did the demolition. So, can you the government of Karnataka make a audit in Karnataka city regarding the this how many of them? So so the government. So because why did here? Why only the pure? Why only the pure? Why only the pure? So you have correct. അല്ല, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ വീഡിയോ കണ്ടിട്ട് ഫസ്റ്റ് തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഞാനത് കണ്ട് ചിരിച്ച് ഒരു പരിവായി. കാരണം എന്താ വെച്ചാൽ ഒരു റഹീമിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ എന്ന് പറയട്ടെ, കേരളത്തിലെ പല യുവ നേതാക്കന്മാർക്കും ഡിവൈഎഫ്ഐയുടെ തിളക്കുന്ന രക്തങ്ങൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക, ഞങ്ങളുടെ റഹീം അല്ലേ, ഞങ്ങളുടെ നേതാവ് റഹീം എന്നൊക്കെ പറഞ്ഞ് വളരെ ആത്മവിശ്വാസത്തോടെയും അഹങ്കാരത്തോടെയും പറഞ്ഞ ആൾക്കാർക്ക് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇത് ഇത്രയും പറഞ്ഞ ഒരാളുടെ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാര്യം മാത്രമല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയാത്തൊരു വ്യക്തി അവിടെ പോയിട്ട് ഷോ കാണിക്കാൻ പോയിട്ട് നാണം കെട്ട് വന്നതൊരു കാര്യം. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി അവിടെ എന്തർത്ഥത്തിലാണ് എന്തിനാണ് പോയതെന്ന് പോലും ആ വ്യക്തിക്ക് അറിയില്ല. ഇതിനിപ്പം ന്യായീകരിക്കാൻ അങ്ങനെ ഇങ്ങനെയാണ്, ഇത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇംഗ്ലീഷ് അറിയണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന പലരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നടന്ന മറ്റേ ഭാഷാ അടിസ്ഥാനത്തിൽ നടന്ന, അല്ലെങ്കിൽ ഹിന്ദി വേണ്ടാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദി എവിടെയെങ്കിലും മാൻഡേറ്ററി ആക്കുമ്പോഴും അതൊരു ഭാഷയ്ക്ക് മേലുള്ള ഹിന്ദി അടിച്ചേൽപ്പിക്കൽ, അല്ലെങ്കിൽ ഇവിടെ ഇംഗ്ലീഷാണ് മെയിൻ, ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിച്ചുകൂടെ, ഇംഗ്ലീഷാണ് ഇവിടെ സംസാരിക്കേണ്ടത് പറഞ്ഞ ആൾക്കാർ വേറെ ഉണ്ട്. അത് വേറെ. അപ്പൊ കാര്യത്തിലേക്ക് വരുമ്പോൾ റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തി ചുമ്മാ ഒരു വ്യക്തിയല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ എന്താ പറയുക ഒരു നേതാവ് മാത്രമല്ല, അദ്ദേഹം ഡിവൈഎഫ്ഐന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും പോരാത്തതിന് രാജ്യസഭ എംപിയും കൂടിയാണ്. റഹീമൊക്കെ വലിയ വായിൽ വച്ചടിക്കേണ്ടായിരുന്നു. അതായത് പിന്നെ രാജ്യസഭയിൽ അയാൾ പൊരിച്ചു പറത്തി അങ്ങനെ എങ്ങനെയാന്നൊക്കെ. പക്ഷെ എങ്ങനെയാ പറത്തിയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാത്തത്. മലയാളത്തിൽ പറഞ്ഞ് പറത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ വെച്ച് കഴിഞ്ഞാല് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇടതുപക്ഷ, അതായത് CPIM മാത്രം, ഡിവൈഎഫ്ഐക്ക് ഇങ്ങനെയുള്ള പാർട്ടി സംഘടനകൾക്ക് മാത്രം ഒരു മാനക്കേട് ഉണ്ടാക്കിയിട്ടല്ലായിരുന്നു വന്നത്. മൊത്തത്തിൽ മലയാളികൾക്ക് ഒരു മാനക്കേടാണ്. കേരളത്തിൽ നിന്ന് വന്ന ഒരു കത്തുന്ന ഒരു ഇഷ്യൂവിന്റെ ഇടയിലേക്ക് ഒരാൾ ചാടിക്കേറി വരികയാണ് ഒരു രാവിലെ. ഞാനൊന്ന് പറപ്പിക്കും തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടർ, ആ TV തന്നെ, എനിക്കൊന്ന് കന്നഡ ന്യൂസ് റിപ്പോർട്ടറാണ്. അപ്പോൾ അയാൾ ഇംഗ്ലീഷിൽ അയാളോട്, അയാളുടെ ഇംഗ്ലീഷ് ഓക്കെയാണ്, അത്ര പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഒന്നല്ല റിപ്പോർട്ടർ. അയാൾ ഒരു കാര്യം ചോദിക്കുന്നു, അപ്പൊ അയാളോട് എന്ത് പറയാനാണ്? എന്തെങ്കിലും ഇത്തിരിയെങ്കിലും പറയാനുള്ള ഒരു ഇത് വേണ്ട. അറ്റ്ലീസ്റ്റ് അവിടെ എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാക്കി, ആ കാര്യത്തിനെ പറ്റി ഒന്ന് മനസ്സിലാക്കി, എന്തുകൊണ്ട് അത് സംഭവിച്ചു, എന്താണ് എനിക്ക് അവിടെ അവതരിപ്പിക്കാനുള്ളത്, രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിനെങ്കിലും വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു ഹോംവർക്ക് ചെയ്ത് പോകുന്നത് നല്ലതായിരുന്നു എന്നാണ് എനിക്ക് പറഞ്ഞത്. കാരണം വെച്ചാൽ അതൊന്നും ചെയ്തില്ല. അതിനു മുന്നേ ഓടിയാടെ എത്തണം. എന്നിട്ട് എന്ത് പറയണം, ആടെ വന്നിട്ട് ആടെ പോയി കണ്ടു, ഭയങ്കര തകർപ്പനായിട്ട്. പിന്നെ ഇവരൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം ഭരിക്കുന്ന ഞങ്ങളാ, അല്ല ഇന്ത്യ ഭരിക്കുന്ന ഞങ്ങളാണല്ലോ എല്ലാവരും വിചാരിക്കുന്നത്. ആര്? CPM വിചാരിക്കുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ പല ഇന്റർനാഷണലി പുകയുന്ന ഇഷ്യൂകളിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ എന്താ പറയാ നാണക്കേടും കൂടാണ് ഇവർ പറയുന്നത്. ഇത് പറയുമ്പോൾ CPIമാർക്കൊക്കെ വലിയൊരു സങ്കടം അല്ലെങ്കിൽ ദേഷ്യം, ഇത് കേൾക്കുന്ന CPIമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര സങ്കടം, അതുപോലെ തന്നെ ദേഷ്യമൊക്കെ തോന്നും. പക്ഷെ ദേഷ്യം തോന്നിയൊരു കാര്യമില്ല. കാരണം നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാതെ യാഥാർത്ഥ്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് മറ്റുള്ള പാർട്ടികളെ അല്ലെങ്കിൽ പിന്നെ വ്യക്തികളെ അടച്ചാക്ഷേപിച്ച് അത് നിങ്ങളുടെ കുത്തയാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസം അത് അംഗീകരിച്ച് തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഇതുപോലൊരു സ്ഥലത്ത്, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വരും. എന്തിനാ റഹീമാണ് പോയെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ പോകുന്നു, ഷോ കാണിക്കുന്നു, തിരിച്ച് കേരളത്തിലെത്തുന്നു. ഇവിടുന്ന് പറയുന്നത് സംഘപരിവാറിന്റെ അജണ്ടയ്ക്കൊപ്പം കോൺഗ്രസും കൂടിച്ചേർന്നിരിക്കാൻ ഇനി രണ്ടുപേരും കൂടി അന്തർധാരുണ്ട്, അവർ രണ്ടുപേരും കൂടി ഇവിടെയുള്ള മുസ്ലിങ്ങളെ കൊല്ലാൻ പോവാന്ന് പറഞ്ഞ് വർഗീയമായിട്ടുള്ള ധ്രുവീകരണങ്ങളെ നാണം കെട്ട പരിപാടി അയാളവിടെ കാണിക്കാൻ പോയത്. അല്ലാണ്ട് ആടുള്ള ജനങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു
ഒരു പിന്നെ ബുദ്ധിപരമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ ജനങ്ങൾ കുടിയിറക്കപ്പെട്ട ആൾക്കാരെ നന്നാക്കാനോ അല്ലെങ്കിൽ അതിന് ഇഷ്യൂ മനസ്സിലാക്കാനോ ആണ് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു ഹോംവർക്ക് നടത്തിയിട്ട് പോകുമായിരുന്നു. അത് പോയിട്ടില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഇഷ്യൂവിൽ മാത്രമല്ല പല ഇഷ്യൂകളിൽ അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വക്രീകരിച്ചുകൊണ്ട് അത് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു വൃത്തികെട്ട രീതിയാണ് ഇതുപോലുള്ള ആൾക്കാർ പരീക്ഷിച്ചു വരുന്നത്. റഹീമിന്റെ കാര്യത്തിൽ നമ്മൾ ചുമ്മാ ചിരിച്ചാൽ പോരാ, ഊറി പൊട്ടിച്ചിരിക്കണം. കാരണം അതിനുള്ള ഒരു കോമഡി സംഭവം മൂപ്പരിട്ടത്. എന്താ മൂപ്പര് ചോദിച്ച് കണ്ടിട്ട് ചിരിക്കാത്തവനെന്തോ തലക്കെന്തോ തകരാറുണ്ടെന്നേ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. തലക്ക് എന്തെങ്കിലും തകരാറുണ്ടെന്നേ പറയാം. കാരണം അത്രയ്ക്കും എന്താ പറയാ ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ് മൂപ്പര് ഇംഗ്ലീഷ് പറയും. ഇംഗ്ലീഷ് അറിയാത്തത് വലിയ ബുദ്ധിമുട്ടൊന്നല്ല. ഓക്കെ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ ഞാൻ ഉത്തരം പറയാം, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള വ്യക്തി അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തോളും എന്ന് പറയുന്നതിന് മാൻ ഇതാവൂല. ഇത് ചുമ്മാ സിദ്ധരാമയ്യ യു ക്യാൻ ചൂസ് പൊളിറ്റിക്കൽ യാടുന്ന് ഇവിടുന്ന് ഏതൊക്കെയോ വാക്കുകൾ ഓർമ്മ വന്നിട്ട് പൊളിറ്റിക്കൽ ദുരന്തർ എന്നൊക്കെ പറഞ്ഞ ഓരോ വേർഡ് മാത്രം പറഞ്ഞിട്ട് എന്ത് നാണക്കേടാന്നതൊക്കെ. റഹീമിനൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ തലകുനിച്ച് നടക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇങ്ങനെയൊക്കെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകേണ്ടത്. ഇതിപ്പോ BJP എന്നായിക്കോട്ടെ, അല്ലെങ്കിൽ UDF എന്നായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ നേതാക്കന്മാരായിട്ട് അവിടെ പോയിട്ട് അറിയാണ്ട് എന്തെങ്കിലും പറ്റി ഇങ്ങനെ ഇംഗ്ലീഷിൽ CPM സൈബർ സഖാക്കന്മാർ പോലെ റോഡിൽ കൂടെ നടക്കാൻ വിടും. പിന്നെ മീമും മറ്റതും മറച്ചം കൊണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നിറയ്ക്കൂല, നാണം കെടുത്തൂല നേതാക്കന്മാരെ. വളരെ മോശപ്പെട്ട ഭാഷയിൽ വേണേ പറയൂ. അത് നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതും അതുപോലെ തന്നെ കാണണം. അപ്പൊ അത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഇനിയിപ്പോ എന്താ പറയാ, ഇനിയിപ്പോ റഹീമിനെ ട്രോൾ വളരെ നല്ലൊരു മെറ്റീരിയലാണ്. പറ്റുന്നവർക്ക് ട്രോള് തന്നെയാണല്ലോ. ഈവൻ CPM സൈബർ സഹാക്കന്മാരായാലും ഇനിയെങ്കിലും റഹീമിന് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കാൻ അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക്, റഹീമിനെ പോലുള്ള ആൾക്കാർക്ക് ഒക്കെ പ്രചോദനമാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ അത്ര എനിക്ക് പറയാൻ. നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കുക, എന്തൊക്കെ കോലാലാണ് ഇവിടെ നാട്ടിൽ നടക്കുന്നത്. കഷ്ടം തന്നെ. ബൈ. What is this, I said? This is a car. What the hell are you doing here? We are doing a car. K&K Automobiles. Continental Exporters Phone. Proprietor and mechanic ready. കുട്ടിക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റ് റട്ടിക്കോ? അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി.